ആർക്കാണ് സർ വിജയ് ഇത്ര ഭയം? ആർക്കാണ് ഇത്രയ്ക്ക് പേടി? ഇലക്ഷന് മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്യരുത് എന്നുള്ള തീരുമാനം ആരുടേതാണ്? BJP-യുടേതാണോ DMK-യുടേതാണോ? എന്തായാലും TVK എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഭയക്കുന്നുണ്ട് BJP-യും DMK-യും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നടക്കുന്ന ഓരോ നാടകീയ നീക്കങ്ങൾ, ഓരോരോ തീരുമാനങ്ങൾ, ജനനായകന് തിരിച്ചടി എന്ന് ഇങ്ങനെ വെണ്ടയ്ക്കാക്ഷരത്തിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് ആർക്കാണ് എന്നത് ഇനി ആരും ഉറ്റുനോക്കേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ. എന്താണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് നിങ്ങൾ പല രീതിയിലുള്ള ആംഗിളൊക്കെ കാണും. ഒറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് പോകാൻ. അതായത് ഫ്രം ദ സ്റ്റാർട്ട് ഇത് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതായത് ജനുവരി 5-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ആരംഭം ഇതാ ജനുവരിയിൽ അവസാനം വരെ എത്തി നിൽക്കുമ്പോൾ പോലും, 27-ാം തീയതി എത്തി നിൽക്കുമ്പോൾ പോലും ഒരു തീരുമാനമാകാതെ സ്റ്റാർട്ട് ഫ്രം സീറോ എന്നതിലേക്ക് കാര്യം എത്തിയിരിക്കുകയാണ്. ഇതാണ് ഒറ്റ വരിയിൽ കാര്യം. അതായത് നാളിത്ര വരെ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് എല്ലാം കട്ട് ഓഫ്, വെട്ടിത്തള്ളിയിക്കുക, എന്നിട്ട് ഒന്നേന്ന് വീണ്ടും തുടങ്ങണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. സിംഗിൾ ബെഞ്ചിൽ ജസ്റ്റിസായ PT ആശ പറഞ്ഞിരുന്നൊരു ഉത്തരവുണ്ടല്ലോ, എന്തായിരുന്നു ആ ഉത്തരവ്? ജനനായകൻ റിലീസ് ചെയ്യാം എന്നതായിരുന്നു ആ ഉത്തരവ്. അപ്പോൾ ഇവിടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നത്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പറയുന്നത്, ഇവിടെ സെൻസർ ബോർഡിന് എതിർ സത്യവാങ്മൂലം നൽകാനുള്ള അനുമതി സിംഗിൾ ബെഞ്ച് നൽകിയില്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൻസർ ബോർഡിന് വേണ്ടിയിട്ട് ഡിവിഷൻ ബെഞ്ച് കളമൊരുക്കുകയാണ്. എങ്ങനെ? സിംഗിൾ ബെഞ്ചിലേക്ക് കേസ് വീണ്ടും പരിഗണിക്കുമ്പോഴേക്കും നിങ്ങൾ എതിർ സത്യവാങ്മൂലമൊക്കെ കൊടുത്തോ കേട്ടോ സെൻസർ ബോർഡെ, നിങ്ങളെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും നമുക്ക് ഈ കേസ് ഒന്നുകൂടെ തുടങ്ങാം എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു നിർമ്മാതാവിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്ര കോടി, അതും ഇവിടെ ഒരു സിനിമ, മലയാള സിനിമയിൽ ഒരു ആവറേജ് ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പോലും 15 മുതൽ 20 കോടി രൂപയാണ്. അവിടെ ഒരു സിനിമയ്ക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ പോലും ഓരോ നിർമ്മാതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് വരെയുള്ള കഥ നമുക്കറിയാം. ഒരു നിർമ്മാതാവ് ഇവിടെ 500 കോടി രൂപ മുടക്കിയിരിക്കുകയാണ് ഒരു സിനിമയുടെ പുറത്ത്. ആ സിനിമ റിലീസ് ചെയ്യാനുള്ള അവകാശം ആ നിർമ്മാതാവിന് കിട്ടുന്നില്ല. കോടതിയിൽ പോയി അയാൾ അഭയം പ്രാപിക്കുമ്പോൾ പോലും കോടതി ഇങ്ങനെ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ആരെ ഭയന്നിട്ട്, എന്ത് പേടിച്ചിട്ട്? രാഷ്ട്രീയക്കാരനായ വിജയെ ഭയന്നുകൊണ്ട് നിങ്ങൾ എത്ര നാൾ നിൽക്കും? ഒറ്റ കാര്യം ഞാൻ പറയാം പ്രേക്ഷകരെ, നിങ്ങളുടെ അറിവിലേക്കും കൂടെ പറയാണ്, നിങ്ങൾ ഇനി ഒരു പ്രതീക്ഷയും വെക്കണ്ട. ഈ സിനിമ ഇലക്ഷന് മുമ്പ് റിലീസ് ചെയ്യാൻ പോകുന്നില്ല. എടുത്തു പറയാം, ഈ സിനിമ ഇലക്ഷന് മുമ്പ് റിലീസ് ചെയ്യില്ല. അതൊരു ബാഹ്യശക്തിയുടെ തീരുമാനമാണ്. ആ തീരുമാനം നടക്കണമെങ്കിൽ വിജയ് മുട്ടുമടക്കണം. അത് വിജയ് ചെയ്യില്ല. അത് എന്തൊക്കെ ഇവിടെ നടന്നാലും ശരി, വിജയ് മുട്ടുമടക്കുകയോ പ്രധാനപ്പെട്ട പാർട്ടികളുമായി അലയൻസ് ചെയ്യാനോ വിജയ്ക്ക് താല്പര്യമില്ല എന്ന് TVK-യുടെ ഏറ്റവും ഒടുവിലത്തെ സമ്മേളനത്തിൽ പോലും വിജയ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മുട്ടുമുക്കുത്താനോ അല്ലെങ്കിൽ മുട്ടുമടക്കാനോ അല്ലെങ്കിൽ തൊഴുകയോടെ അപേക്ഷിക്കാനോ ആയിരുന്നെങ്കിൽ കരൂർ ദുരന്തം നടന്ന സമയത്തെ വിജയ് അപേക്ഷിച്ചേനെ. അപ്പോഴും അനങ്ങാത്ത വിജയാണ് തൻ്റെ ഒരു സിനിമ റിലീസായില്ല എന്നും പറഞ്ഞ് ഇവിടെ നടക്കാൻ പോകുന്നതാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്നത്? സ്വപ്ന കോട്ട കെട്ടാം, നടക്കാൻ പോകുന്നില്ല. ആ മുട്ടുമടക്കൽ കാഴ്ച എന്നത് ഈ പാർട്ടിക്കാർ അറിഞ്ഞു നിന്നാൽ വലിയ ഉപകാരം. കാരണം എന്തായാലും വിജയ് അലയൻസുമായി മുന്നോട്ട് പോകാൻ പോകുന്നില്ല. വിജയ് കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. TVK ഈ രാഷ്ട്രീയത്തിൽ 2026 ഇലക്ഷനിൽ മത്സരിക്കും. അതിപ്പോൾ ജനനായകൻ റിലീസ് ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി. കാരണം വിജയ്ക്ക് നന്നായിട്ടറിയാം, ഈ സിനിമ ഇലക്ഷന് മുമ്പ് റിലീസ് ചെയ്തില്ലെങ്കിൽ ഈ സിനിമ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ഈ സിനിമ വിജയുടെ രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സിനിമയാണ്. അത് ഈ സെൻസർ ബോർഡുകാർക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമലംഘനം നടന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ പ്രേക്ഷകർ? അത് സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, 2024 സെൻസർ ബോർഡിൻ്റെ നിയമപ്രകാരം ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ ആ നിയമ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ഈ എക്സാമിനിങ് കമ്മിറ്റി ആയാലും സെൻസർ ബോർഡ് ഒരു സമയത്ത് കണ്ടു നിൽക്കുന്ന സിനിമ, ആ സമയത്ത് കാണുന്ന സിനിമയെക്കുറിച്ചുള്ള വിലയിരുത്തൽ അപ്പോൾ ഓൺ സ്പോട്ടിൽ എഴുതി കൊടുത്തിരിക്കണം. ആ സമയത്ത് അവർക്ക് എന്തൊക്കെ വിമർശനങ്ങളുണ്ടോ എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തി രേഖപ്പെടുത്തി നിർമ്മാതാവിനോട് ആ സമയം തന്നെ അറിയിച്ചിരിക്കണം. അല്ലാണ്ട് പുറത്ത് പോയി ചായം കുടിച്ച് 4-5 ദിവസവും കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് വന്ന് പറയാനുള്ള അധികാരമില്ല എന്നുള്ളത് 2024 സെൻസർ ബോർഡിലെ നിയമപ്രകാരം അവർ എഴുതി വച്ചിരിക്കുന്ന നിയമമാണ്. അതിൻ്റെ കൃത്യമായ വയലേഷൻ, നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ഇവിടെ സെൻസർ ബോർഡിൻ്റെ 5-അംഗ ബെഞ്ച് ഇത് കാണുമ്പോൾ, ഇത് കണ്ടപ്പോൾ അവർ പറയുകയാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ വേണം,
ഞങ്ങൾ UA-16 സർട്ടിഫിക്കറ്റ് തരാമെന്ന് വാക്കാൽ പറഞ്ഞതിന് ശേഷം 4-5 ദിവസം പോയി വീട്ടിലിരുന്ന് ആരുടെയൊക്കെയായിട്ട് സംസാരിച്ചതിന് ശേഷം കോടതിയോട് ഒരു പരാതി കൊടുക്കാൻ ചെന്നേക്കുക. എന്ത് പറഞ്ഞിട്ട് ജനനായകൻ ഇങ്ങനെ പ്രശ്നമുണ്ടതാ, അപ്പോൾ എവിടെ പോയിരുന്നു ഈ നാക്ക്, അന്ന് എവിടെ പോയിരുന്നു ഈ വർത്തമാനമില്ലായ്മ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അന്ന് എന്തുകൊണ്ട് ഈ നിർമ്മാതാവിനോട് ഈ കാര്യം പറഞ്ഞില്ല, അന്ന് എന്തുകൊണ്ട് തനിക്ക് ഈ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം നിർമ്മാതാക്കളോട് അറിയിച്ചില്ല ഈ പരാതി കൊടുത്തിരിക്കുന്ന ആളെന്നുള്ള ചോദ്യവും വളരെ ശക്തമായിട്ട് തന്നെ ഉയരുകയാണ്. ഇതിപ്പം എന്താണെന്നുള്ളത് ഞാൻ പറയാൻ പ്രേക്ഷകർ, ഈ CBFCക്ക് ഇത്രയധികം ചുരുക്കുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാതാവ് CBFCക്കാർ സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് നീങ്ങിയതാണ് ഇത്രയധികം ചുരുക്കിന് കാരണം. കഴിഞ്ഞ ദിവസം ലോകേഷ് കനകരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ചിത്രത്തിന്, അതായത് കൂലി എന്ന ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള കാരണം CBFC പറഞ്ഞത് അതിനകത്ത് ആ കസേരയിലിട്ട് ബോഡിയെ ഭസ്മമാക്കുന്ന അല്ലെങ്കിൽ ബേൺ ചെയ്ത് കഴിയിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് കാരണമാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്നതാണ് സെൻസർ ബോർഡ് പറഞ്ഞത്. അത് സൺ പിക്ചേഴ്സ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനെതിരെ പോയിട്ടില്ല. ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പറ്റില്ല, UA സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനോ വേണ്ടിയിട്ട് സൺ പിക്ചേഴ്സ് പോയില്ല. അവരെന്താ ചെയ്തത്, ശരി സർട്ടിഫിക്കറ്റ് തന്നാൽ മതി, ഞങ്ങൾക്ക് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ എതിർ ചോദ്യം ചോദിക്കരുത്, കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭസ്മമാക്കി കളയും, മൗനമാക്കി കളയും എന്നുള്ള തീരുമാനം ഇവിടെ ആർക്കും ഉണ്ട്. ആ ആർക്കാണ് ഇത്ര ചുരുക്കം എന്നുള്ള സ്വാഭാവികമായ ചോദ്യം നിൽക്കുകയാണ്. ഇത്ര നാളുകളായി നിങ്ങൾ മാധ്യമങ്ങളിൽ കാണുകയാണ് ജനനായകന് തിരിച്ചടി എന്നുള്ളത്. ഇത് ഓരോരുത്തരും ഓരോ കാരണങ്ങളാണ്, ഓരോ കാരണങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതായത് ഇപ്പോൾ വീണ്ടും എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ പോകണം. സിംഗിൾ ബെഞ്ചിൽ ജസ്റ്റിസ് PT ആശ വീണ്ടും തീരുമാനിക്കണം അത്രേ. അതായത് വീണ്ടും ഒരു എതിർ സത്യവാങ്മൂലമൊക്കെ ഫയൽ ചെയ്ത് ഇത് വീണ്ടും ഫ്രം ദ സ്റ്റാർട്ടിന് ഈ കേസ് കേൾക്കാൻ പോവുകയാണ്. ഇത് എത്ര ടൈം പ്രൊസീജിയർ ആണെന്നറിയാവോ? ഇത് പ്രോസസ് ഇസ് ദ പണിഷ്മെന്റ് എന്നൊക്കെ പറയാറുണ്ട്. വ്യക്തമാണിത്. ഈ സമയപരിധിയാണ് ഈ നിർമ്മാതാക്കൾ എടുക്കുന്ന പണിഷ്മെന്റ്, അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ കാഴ്ച. അതുകൊണ്ട് സെൻസർ ബോർഡ് പറഞ്ഞാൽ അത് അക്ഷരം പ്രതി കേട്ടോണം. അതിനകത്ത് ആരും ചോദ്യം ചെയ്യാൻ പോകരുത്. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയും എന്നുള്ള തീരുമാനം ഇവിടെ പല ശക്തികൾക്കുമുണ്ട്. ആ ശക്തി തന്നെയാണ് ഒരു നിർമ്മാതാവിൻ്റെ പണം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോകുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. ഇത് ഞാൻ പറയാൻ പ്രേക്ഷകർ, ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജനനായകൻ ടീമിന് ഇത് റിലീസ് ചെയ്യാൻ പറ്റാത്തതിന് പിന്നിൽ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് രാഷ്ട്രീയപരമായിട്ടൊരു കാര്യം സംസാരിക്കാം, പക്ഷേ നമുക്കൊരു പ്രൊഡ്യൂസർ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് സംസാരിക്കാം. കാരണം ഇത് ബലിയാടാവുന്നത് ഒരു നിർമ്മാതാവാണ്. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ശരി, ഒരു നിർമ്മാതാവ് ഒരു സിനിമ അതും ഒരു പൊങ്കൽ സമയത്ത് റിലീസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് അതനുസരിച്ചുള്ള എല്ലാ പോസ്റ്റേഴ്സും ഹോർഡിങ്സും ഒക്കെ വെച്ച് ഇത്രയധികം കോടി രൂപ മുടക്കി മലേഷ്യയിൽ നടത്തിയ ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. എന്തുമാത്രം പൈസ അതിനകത്ത് മുടക്കി വിജയ് എന്ന ബ്രാൻഡിനെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, അവസാനത്തെ സിനിമയോട് ഒരു വലിയ ഫെയർവെൽ കൊടുക്കുക എന്നൊക്കെ ആഗ്രഹിച്ച് ഇത്രയധികം കോടികൾ മുടക്കിയിരിക്കുന്ന ഒരു നിർമ്മാതാവ് അയാളുടെ സിനിമയ്ക്ക് വേണ്ടി ന്യായമായി വാദിക്കുമ്പോൾ പോലും ഓരോ മുട്ടാത്തർക്ക ന്യായം പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു നിർമ്മാതാവിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അയാൾക്ക് കുറേ പണമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് അത് ആലോചിക്കാതിരിക്കാൻ പറ്റുന്നത്? പല കമൻസും ഞാൻ കണ്ടു, അയാൾക്ക് കുറേ പൈസ ഇരിക്കുമല്ലോ, കുറച്ച് പോട്ടെ എന്ന്. സാഡിസം എങ്ങനെയാണ് ഈ കാര്യത്തിലൊക്കെ വർക്കാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ ഇതിനകത്തൊരു ന്യായം വേണം, ന്യായത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ സെൻസർ ബോർഡിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തത് കൊണ്ട് മാത്രം ഒരു നിർമ്മാതാവിന് ഇത്രയധികം റിലീസ് വൈകേണ്ടി വരുന്നൊരു അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത്. അതും വാക്കാൽ ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് UA-16+ സർട്ടിഫിക്കറ്റ് തരാമെന്ന്. അതിനുശേഷം 5 ദിവസം ആരുടെയൊക്കെയോ കൂടെ പോയി ചർച്ച ചെയ്ത് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചതിന് ശേഷം ഒരു പരാതി അങ്ങ് ഫയൽ ചെയ്യുകയാണ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക്. ഈ 5 അംഗ ബെഞ്ചിൽ ഒരാൾ, അതായത് എക്സാമിനിങ് കമ്മിറ്റിയിൽ ഒരാൾ പോയിരുന്ന് ഫയൽ ചെയ്യുകയാണ്. അങ്ങ് ഫയൽ ചെയ്യുക, അതിനകത്ത് ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് നിർമ്മാതാവ് ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് പറ്റുന്നതെന്ന്. അപ്പോൾ അവർ പറയാണ് പറ്റുമെന്ന്. എന്നാൽ ഇതേ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ഹിയറിങ്ങിൽ ഇതേ സെൻസർ ബോർഡിൻ്റെ നിയമാവലി മുഴുവൻ വായിക്കാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് കോടതി ചോദ്യം ചെയ്തില്ല എന്നൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് സെൻസർ ബോർഡിനോട് കോടതി ക്വസ്റ്റ്യൻ ചോദിച്ചില്ല? ഇങ്ങനെ ഒരു നിയമം ഇല്ലേ, നിങ്ങൾ അപ്പോൾ ചോദിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം കോടതി ചോദിച്ചില്ല, വിച്ച് ഇസ് അബ്സേർഡ്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇത് കോടതി എന്തുകൊണ്ട് ഇതിൻ്റെ മെറിറ്റിൽ പോയില്ല? രണ്ടാമത്തെ വിഷയമാണത്. ഇതിൻ്റെ മെറിറ്റുകളിലേക്ക് കോടതി പോയില്ല. കാരണം ഉറപ്പായിട്ടും കോടതി ഈ കേസിൻ്റെ മെറിറ്റുകളിലേക്ക് പോയിരുന്നെങ്കിൽ നിർമ്മാതാക്കൾക്ക് അനുകൂലമായിട്ട് തന്നെ ഇതിൻ്റെ വിധി വരും, 100% ഉറപ്പായിരുന്നു. പക്ഷേ സാങ്കേതികപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ സിംഗിൾ ബെഞ്ചിൽ PT ആഷ് വിധി പറഞ്ഞ സമയത്ത് സെൻസർ ബോർഡിന് റിട്ട് പെറ്റീഷൻ, അതായത് എതിർ സത്യവാങ്മൂലം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലേ, നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലേ എന്ന് ഡിവിഷൻ ബെഞ്ച് സെൻസർ ബോർഡിനോട് ചോദിച്ചോണ്ടിരിക്കുമ്പോൾ സെൻസർ ബോർഡ് പറയില്ല കഴിഞ്ഞില്ല, എന്നാൽ ശരി നിങ്ങൾ പോയി ഫയൽ ചെയ്യൂ, നിങ്ങൾക്ക് ഒന്നേന്ന് സിംഗിൾ ബെഞ്ചിലേക്ക് നിങ്ങൾ പോകും. അതായത് ബാക്ക് ടു സീറോ ഗൈസ്, ബാക്ക് ടു സീറോ.
അതായത് സിംഗിൾ ബെഞ്ചിൽ നിന്ന് തുടങ്ങി ഡിവിഷൻ ബെഞ്ചിലേക്ക് നീങ്ങുന്നു. ആ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ലേറ്റ് ആവുന്നു എന്ന് മനസ്സിലാക്കിയ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് നിർമ്മാതാക്കൾക്ക് തിരിച്ചടി കിട്ടി, വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് വരുന്നു. ഡിവിഷൻ ബെഞ്ചും സെൻസർ ബോർഡും ചേർന്നുള്ള ആ ഹിയറിംഗ് 21-ാം തീയതി നടക്കുന്നു. അതിൻ്റെ വിധി വീണ്ടും 27-ാം തീയതി വരാമെന്ന് പറഞ്ഞിട്ട് ഡിവിഷൻ ബെഞ്ച് പറയുകയാണ് വീണ്ടും ഒന്നേന്ന് സിംഗിൾ ബെഞ്ചിലേക്ക് പോകും. വിച്ച് ഇസ് ഇത്രയും ദൂരം നടന്നിട്ട് നിങ്ങൾ വീണ്ടും തിരിച്ച് പഴയ ഡെസ്റ്റിനേഷനിലേക്ക് വന്നതുപോലെയുണ്ട്. ഇതാണോ നിയമ സംവിധാനം എന്നുള്ള ചോദ്യം അറിയാണ്ട് ചോദിച്ചു പോവുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്ത് ഒരു നീതി കിട്ടുക എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഇനി നമുക്ക് രാഷ്ട്രീയപരമായി സംസാരിക്കാവേ. ജനനായകൻ എന്ന സിനിമയ്ക്ക് വിജയെ സംബന്ധിച്ചിടത്തോളം ഒരു 100 അല്ലെങ്കിൽ പോട്ടെ ഒരു 500 TV സമ്മേളനങ്ങളിൽ പോയി സംസാരിക്കുന്നതിനേക്കാളും പവർ ഒരൊറ്റ സിനിമ കൊണ്ട് സംസാരിക്കാൻ പറ്റും. വിജയ് അതനുസരിച്ച് തന്നെയാണ് അതിൻ്റെ കരുക്കൾ നീക്കുകയും ഈ സിനിമ ഇസ് എ പൊളിറ്റിക്കൽ സിനിമ, വ്യക്തമാണ് ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും ചുരുക്കി വരുന്നത്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫിലിം. അപ്പോൾ വിജയ്ക്ക് സംസാരിക്കാനുള്ളതെല്ലാം ആ സിനിമയ്ക്കുള്ളിൽ വിജയ് സംസാരിച്ച് വെച്ചിട്ടുണ്ടെന്നത് വ്യക്തമാണ്. അപ്പോൾ അതിനെ പേടി, അതിനെ ഭയം, അതിനെന്തോരം പേടിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഓരോ തിരിച്ചടികൾ എന്ന് പറയുമ്പോൾ വ്യക്തമാണ്. എന്ത് പേടിയാണ് സർ, എന്തിനാണ് ഇത്രയും ഭയക്കുന്നത് ഒരു സിനിമയെ, ഒരു മാസ് മീഡിയത്തെ? എന്തിനാണ്, ആർക്കാണ് ഇത്ര ഭയം, ആർക്കാണ് ഇത്ര പേടി, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? കാരണം ഇത്രയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള പാർട്ടികൾക്ക് പേടിയാണ് 2 വർഷം മുമ്പ് മുളച്ചു പൊങ്ങിയ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയെ, അതിൻ്റെ പ്രധാനപ്പെട്ട നായകനെ ഇത്ര ഭയക്കേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? എന്തൊരു പേടിയാണ്, നിങ്ങൾ ആലോചിച്ച് എന്തൊരു പേടിയാണ്. ഇനിയിപ്പോൾ വിജയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ റിലീസ് ചെയ്തില്ല, ഉറപ്പായിട്ട് ഒട്ടനടി ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. അപ്പം ഉറപ്പാണത്. അപ്പം ജനനായകൻ ഇനി സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർ ഫയൽ ചെയ്തിരിക്കുന്ന പെറ്റീഷൻ അങ്ങ് അവർ വിഡ്രോ ചെയ്യുക. അതാണ് ഈ കളി. അതായത് KVN പ്രൊഡക്ഷൻസ് ഫയൽ ചെയ്തിരിക്കുന്ന പെറ്റീഷൻ അങ്ങ് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് വേണ്ടതും അതാണ്. ഞങ്ങളിവിടെ ആരും ചോദ്യം ചെയ്യുകയൊന്നും വേണ്ട, നിങ്ങളുടെ പരാതി അങ്ങ് പിൻവലിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് എന്നുള്ള ആരെയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്? ഇതിനകത്തൊരു അനീതി കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പരാതി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നേരിടേണ്ടി വരുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ കഴിഞ്ഞ സമ്മേളനത്തിൽ പോലും വിജയ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, എന്നെ ഭയപ്പെടുത്താമെന്നൊന്നും ഇവിടെ ആരും ചിന്തിക്കേണ്ട എന്നുള്ളത്. നമ്മൾ കണ്ടതല്ലേ എമ്പുരാൻ എന്ന സിനിമയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. ഞാൻ രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയല്ല, പക്ഷെ പറഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥ ആയതുകൊണ്ടാണ്. ഇവിടെ ഒരു സിനിമ സെൻസറിങ് കഴിഞ്ഞ് ഇറക്കിയ സിനിമയെ ചില ഗ്രൂപ്പ് ഓഫ് ആളുകൾ വിമർശിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ സിനിമയുടെ നിർമ്മാതാക്കൾ ഭയന്ന് ഈ സിനിമ വീണ്ടും റീസെൻസറിങ്ങിന് അയച്ച് 17 കട്ടുകളോളം വരുത്തി. അതിനുശേഷം അതിലെ പ്രധാനപ്പെട്ട നായകൻ, ഇന്ത്യൻ സിനിമയിലെ മെഗാ താരം, മലയാള സിനിമയുടെ നട്ടെല്ലും നെടുന്തൂണായ മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഖേദം പ്രകടിപ്പിക്കേണ്ട അവസ്ഥ സംഭവിക്കുന്നത് ഈ നാട്ടിലായതുകൊണ്ട് തന്നെയാണ്. സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് എല്ലാ ക്ലിയറൻസും നടത്തിയിട്ട് ഒരു സിനിമ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയതിനു ശേഷം പിന്നെ നിങ്ങൾ ആരെയാണ് സർ ഭയക്കുന്നത്, ആരെയാണ് പേടിപ്പിക്കുന്നത്? അതിലെ പ്രധാനപ്പെട്ട നായകൻ, ഇന്ത്യൻ സിനിമാ ലോകം ഉറ്റുനോക്കുന്ന നായകനെ ഖേദം പ്രകടിപ്പിച്ചു. അതായത് നിങ്ങൾ ചെയ്യിപ്പിച്ചു. ഇതാണ് ഈ നാട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു സിനിമയെ, ഒരു ആർട്ട് ഫോമിനെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കടത്തണമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഒന്നാമതൊരു സിനിമ എടുക്കാൻ തന്നെ എന്തോരം കഷ്ടപ്പാടാണ്. പല നിർമ്മാതാക്കളും വന്നിട്ട് പറയും റിവ്യൂ ബോംബിങ്, നിങ്ങൾ സിനിമ എന്തോരം കഷ്ടപ്പെടും. ഇത് റിവ്യൂ ബോംബിങ് പോലും അല്ല, ദിസ് ഇസ് അഗെയിൻസ്റ്റ് ദ സിസ്റ്റം. നിങ്ങളൊരു സിസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു സെൻസർ ബോർഡിനെ ക്വസ്റ്റ്യൻ ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളാണ് ഇതൊക്കെ. അത് കാരണം എന്തോരം പ്രശ്നങ്ങൾ ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അറിയാവോ? നിങ്ങൾ വേറെ എല്ലാം വിട്, ബിസിനസ് വൈസ് സംസാരിക്കാം. ഇതിൻ്റെ തിയേറ്റർ ഓണേഴ്സ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇപ്പോൾ തിയേറ്റർ ഓണേഴ്സ് പ്രതികരിച്ചതേ ഉള്ളൂ ഈ ഒരു തീരുമാനത്തിന് ശേഷം. ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല, ഈ സിനിമ ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇനി തമിഴ്നാട് ഇലക്ഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്നതിന് ശേഷം ജൂൺ ജൂലൈയിൽ ഇനി ഈ സിനിമ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ട് 6 മാസങ്ങൾക്ക് ശേഷം സിനിമ റിലീസ് ചെയ്യുക. അതിന് കാരണം സിനിമാ പ്രവർത്തകരുടെ പ്രശ്നം കൊണ്ടൊന്നുമില്ല, ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കാരണം. നിയമക്കുരുക്കിൽ കത്രികപ്പൂട്ടെന്നൊക്കെ പറയും നമ്മൾ. എന്തൊരു കത്രികപ്പൂട്ടാണ് അനങ്ങാൻ വയ്യ KVN പ്രൊഡക്ഷൻസിന്. ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ. ഇനി സിംഗിൾ ജഡ്ജിന് PT ആശയിലേക്ക് വീണ്ടും പോവുകയാണ്. PT ആശ ഭയക്കും, സ്വാഭാവികമല്ലേ?
ഇനിയിപ്പോൾ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് സെൻസർ ബോർഡിൻ്റെ വാദം കേട്ട് ഇനി പ്രൊഡക്ഷൻ കമ്പനിയുടെ വാദം കേട്ട് ഇനി വീണ്ടും ഫ്രം ദ സ്റ്റാർട്ട് കൊണ്ടുവന്ന് ഇനി അവർക്ക് സെൻസർ ബോർഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വിധി വരുന്നതെങ്കിൽ സെൻസർ ബോർഡ് അത് വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി, ഇനി അവിടെ നിന്ന് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയി. ഇതിനൊരു അന്ത്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കണമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഭയം, ഫിയർ എന്ന് നമ്മൾ പറയും, പേടി. ആ പേടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വാ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി OTT പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കേട്ടോ. ആമസോണോടെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കാരണം ആമസോൺ ഹെൽപ്ലെസ് ആണ്. ആമസോണിന് ഇവിടെ വേറെ രാഷ്ട്രീയമൊന്നുമില്ല. ആമസോൺ കൃത്യമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന കരാർ അടിസ്ഥാനത്തിൽ ഈ സിനിമ ആമസോണിൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കണം. അതായത് 9-ാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമ സാധാരണയായിട്ട് 30 ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ OTT പ്ലാറ്റ്ഫോമുകൾ വരിക, പ്രത്യേകിച്ച് ഇതുപോലെ ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക്. അപ്പോൾ ഫെബ്രുവരി 9-നൊക്കെ ഈ സിനിമ ഏകദേശം OTT പ്ലാറ്റ്ഫോമിൽ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഓർ ലെറ്റ് ഇറ്റ് ബി ഫെബ്രുവരി 15 സംതിങ്, ഒരാഴ്ചയും കൂടെ നിങ്ങൾ നീക്കി വെച്ചോ. ആ സമയം കൊണ്ട് ഈ പടം എന്തായാലും തിയേറ്ററിൽ വരില്ല. എഴുതി വെച്ച് തരാം. ഈ സിനിമ എന്തായാലും ഫെബ്രുവരി 15-നുള്ളിൽ തിയേറ്ററിൽ വരില്ല. അപ്പോൾ ആമസോൺ സ്വാഭാവികമായിട്ടും നിയമ നടപടിയിലേക്ക് പോകും. കാരണം അവർക്ക് കൊടുത്തിരിക്കുന്ന ഡേറ്റിൽ പ്രീമിയർ ചെയ്യാമെന്ന് പറയുന്ന ഡേറ്റ് ഇതാണ്. അപ്പോൾ അതനുസരിച്ച് അത് വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ ഭീകരമായ സാമ്പത്തിക നഷ്ടത്തിലേക്ക് വീണ്ടും KVN പോകും. കേസ് വീണ്ടും ഡീൽ ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് എ നെവർ എൻഡിങ് ലൂപ്പ്. അതുകൊണ്ട് ഈ ലൂപ്പ് എൻഡ് ചെയ്യണമെങ്കിൽ ഒരു ഭാഗത്ത് നിന്നും ആ ഒരു ഭയം വേണം. അയ്യോ ഞങ്ങൾ പൊക്കോളാമേ, അതായത് വിജയ് മുട്ടിലെഴയണം അല്ലെങ്കിൽ വിജയ് ഭയപ്പെടണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇങ്ങനൊരു സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴേക്കും എവിടെ നീതി, എവിടെ ന്യായം എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയരും. ഒരു സിനിമ ആർട്ട് ഫോമായിട്ട് പോലും കാണാൻ കഴിയാത്ത ഇന്നത്തെ സമൂഹത്തെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. ആർക്കാണ് ഭയം? വീണ്ടും വീണ്ടും ചോദിക്കും ആർക്കാണ് പേടി എന്നുള്ളത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും ജനനായകൻ ഇത്രയും ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഞാൻ പറയാം, ഈ സിനിമ അടുത്തെങ്കിലും റിലീസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇതൊരു ലൂപ്പിൽ പെട്ട് നിൽക്കുകയാണ്. അഥവാ അങ്ങനെ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു ഭാഗത്തു നിന്നും ഒരു മുട്ടുമടക്കൽ ഉണ്ടാവണം. അത് പോകുന്ന പോക്കനുസരിച്ച് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇറ്റ്സ് ഫൈറ്റിംഗ്. ആ ഒരു ഫൈറ്റിങ്ങിനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വീണ്ടും ബാക്ക് ടു 1 പോലുമല്ല, ബാക്ക് ടു 0യിലേക്ക് പോകാൻ പോവാണ്. ആ രീതിയിലേക്കാണ് കാഴ്ചകൾ മാറുന്നത്. ഇത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഇത് ഇറ്റ്സ് പക്കാ പൊളിറ്റിക്കൽ എന്നത് ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ്. ആ പൊളിറ്റിക്സ് അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനനായകൻ ഒരു പ്രധാനപ്പെട്ട ചോദ്യശരമായിട്ട് നിൽക്കുന്നതും. ഇനി ആര് പേടിക്കും, ആര് ഭയക്കും, ആരെ ഭയക്കണം, എന്തിനെ ഭയക്കണം എന്നുള്ള ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഉത്തരം കിട്ടാൻ ബാക്കിയുള്ളത്.